തിരൂരിൽ നടന്ന വിജിലൻസ് പരിശോധനയിൽ വിദേശ രാജ്യങ്ങളിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പ്രവാസികൾക്ക് ആൾമാറാട്ടം നടത്തി ഇന്ത്യൻ ലൈസൻസ് അനുവദിച്ചുവെന്ന ഗുരുതര ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം വിജിലൻസ് CI ജ്യോതീന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ തിരൂർ ജോയിന്റ് RTO ഓഫീസിൽ നടത്തിയ പരിശോധനയിലാണ് ഈ സംഭവം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിൽ ജോയിന്റ് RTOയുടെ സഹായത്തോടെ നിരവധി പേർക്ക് അനധികൃതമായി ലൈസൻസ് അനുവദിച്ചിട്ടുണ്ട് എന്നും ഇതിനുവേണ്ടി RTO ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രത്യേക സംഘം പ്രവർത്തിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തിരൂർ, കോട്ടക്കൽ, വളാഞ്ചേരി മേഖലകളിലെ ചില ഏജന്റുമാരും ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളുടെ ഉടമകളും ചേർന്നുകൊണ്ടാണ് ആൾമാറാട്ടത്തിലൂടെ ലൈസൻസ് ലഭ്യമാക്കിയതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നിയമപ്രകാരം വിദേശ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇന്ത്യയിൽ ലേണിംഗ് പരീക്ഷ എഴുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലാതെ ലൈസൻസ് ലഭിക്കാം. എന്നാൽ അപേക്ഷകർ നേരിട്ട് ഹാജരാകേണ്ടതുണ്ടെന്ന വ്യവസ്ഥ നിലനിൽക്കെ തന്നെ വിദേശത്തുള്ളവർക്കായി മറ്റുള്ളവർ പരീക്ഷ എഴുതിയാണ് ലൈസൻസ് നേടിയിരിക്കുന്നത്. അനധികൃതമായി ലൈസൻസ് നൽകുന്നതിനായി ഏജന്റുമാർ അപേക്ഷകരിൽ നിന്നും ഒരാൾക്ക് 50,000 രൂപ വരെ ഈടാക്കിയതായും ഇതിൽ വലിയൊരു വിഹിതം ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. പരിശോധനാ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട് എന്നും കൂടുതൽ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തലൂടെ RTO ഓഫീസിലെ പ്രവർത്തന രീതിയെക്കുറിച്ച് വ്യാപകമായ സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നിരിക്കുകയുമാണ്.